നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും മാത്രമുള്ളവരാണ്. ഇല്ലൻ നബിയ്യീൻ, നബിമാര് അല്ലാത്തവരെക്കാൾ എല്ലാവരെക്കാളും ശ്രേഷ്ഠരാണ് എന്നാ. അതങ്ങനെ തന്നെയാണ്. അത് ഇബ്നു ഹജർ റഹിമഹുല്ലാ തുഹ്ഫയില് വിഷയം പറയുന്നുണ്ട്. അതായത് സ്വലാത്ത് ചെല്ലുമ്പോ ആലിന് സലാത്ത് ചെല്ലുന്നതിന് പുറമെ അസ്വഹാബിനും സലാത്ത് ചെല്ലണം. പക്ഷെ അസ്വഹാബിന്റെ സലാത്തിന് നെസ്സല്ല, ഖിയാസാണ്. അതായത് സലാത്തിന്റെ ഒരുപാട് പദങ്ങൾ ഹദീസിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ചൊല്ലിയത് പല രീതിയിലും വന്നിട്ടുണ്ട്. ഒറ്റ ഒന്നിലും അസ്വഹാബിന് സലാത്ത് ചെല്ലിയിട്ടില്ല, ആലിന് സലാത്ത് ചെല്ലിയിട്ടേ ഉള്ളൂ. അപ്പൊ അസ്വഹാബിന് സലാത്ത് ചെല്ലല് എന്താണ് ഔലാ ഖിയാസിൽ സ്ഥിരപ്പെട്ടു എന്ന് തുഹ്ഫയിൽ പറഞ്ഞ് സുഹബത്ത് ഇല്ലാത്ത ആലു നബിയെ അവർക്ക് സ്വലാത്ത് ചെല്ലല് നിർബന്ധമാണെങ്കിൽ അവരെക്കാൾ മഹത്വമുണ്ട് സുഹബത്തുള്ള ആല് അല്ലാത്തവർ, ആലു നബി അല്ലാത്തവർ എന്ന് പറഞ്ഞാൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു ആലിൽ പെട്ടതാണ്. അവിടുന്ന് ഇങ്ങനെ തുടങ്ങിയാല് പിന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അതുപോലെ ബിലാൽ റളിയല്ലാഹു അൻഹു, ഇങ്ങനത്തെ ഒരുപാട് മഹാന്മാരുണ്ടല്ലോ സഹാബത്തിലെ പ്രമുഖരായവര്. ഇനി അങ്ങനത്തെവരല്ല, വെറും സുഹബത്ത് സ്ഥിരപ്പെട്ടിട്ടില്ല, ഏതോ ഒരു അറാബിയായ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഒരിക്കൽ വന്നങ്ങ് പോയി. ഇപ്പൊ സുമാമത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഒക്കെ ഹദീസ് സഹീഹുൽ ബുഖാരിയിൽ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരിക്കൽ മജ്ലിസിൽ വന്ന് ചോദിച്ച് പഠിച്ച് അങ്ങനെ അങ്ങ് പോയി. ആ സഹാബി ആരെക്കാൾ മഹത്വമാണ് മഹദിയായ ഫാത്തിമ ബി റളിയല്ലാഹു അൻഹുവിന്റെ അവിടുന്ന് താഴോട്ട് ഫാത്തിമ ബദഅത്തും മിന്നി, എന്റെ ശരീരത്തിന്റെ ഒരു കഷ്ണമാണ് എന്ന് പറഞ്ഞ ആ മഹത്വം പരമ്പരാഗതമായി താഴോട്ട് വരുന്ന സുഹബത്തില്ലാത്തവരെക്കാൾ മഹത്വമുണ്ട് സുഹബത്തുള്ളവർക്ക് എന്ന് പറഞ്ഞിട്ട് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് തുഹ്ഫയിൽ അത് വിശദീകരിച്ചത് അത് ഇൽമിന്റെ മഹത്വമാണ്. സുഹബത്ത് കൊണ്ട് എന്താ കിട്ടുക? സഹാബിമാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വന്ന് ആ ഈമാന് ഉണ്ടായിക്കഴിഞ്ഞാൽ, വിശ്വസിച്ചു കഴിഞ്ഞാൽ ഈമാൻ കൊണ്ടുപോകും. ഷഹാദത്ത് കലിമ ചൊല്ലി വിശ്വസിച്ചു കഴിഞ്ഞാൽ ഏതോ ഒരു നാട്ടിൽ നിന്ന് വരുന്ന സാധാരണക്കാരുടെ ഭാഷയിൽ ഒരു കാട്ടറബി എന്നൊക്കെ പറയാവുന്ന ഒരു അറാബിയായ മനുഷ്യൻ ഈമാൻ അങ്ങോട്ട് മനസ്സിൽ കുറച്ചങ്ങ് വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നീട് വലിയ വലിയ ഹിക്മത്തുകളാണ് സംസാരിക്കുക എന്ന് അവരെ കുറിച്ച് പറഞ്ഞതായി കാണാം. അതെങ്ങനെ വരുന്നതാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിലുള്ള അള്ളാഹുവിന്റെ ഇൽമാകുന്ന ആ നൂറ് ഈ സഹാബിയുടെ ഹൃദയത്തിൽ പ്രതിഫലിക്കുകയാണ്. അപ്പൊ പിന്നെ പറയുന്നതിനൊന്നൊരു കണക്ക് കാണത്തില്ല. ആ രീതിയിൽ വലിയ വലിയ മൈരിഫത്തുകളാ പിന്നെ പറയാം. അതാണ് സുഹബത്തിന്റെ പ്രത്യേകത. ഇത് ആർക്കില്ല? ആലുന്നബിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആലുന്നബിയേക്കാൾ ആർക്കാണ് മഹത്വമുള്ളത്? സഹാബത്തിനാണ്. അതുകൊണ്ടാണല്ലോ സിദ്ദീഖുൽ അക്ബറും ഉമർ ഇബ്നുൽ ഖത്താബും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹും അവര് കഴിഞ്ഞതിന് ശേഷമാണ് അലി റളിയല്ലാഹുവിന്റെ മഹത്വം. അവരുടെ മഹത്വം ഇൽമു കൊണ്ടുള്ള മഹത്വമാണ്, അമല് കൊണ്ടുള്ള മഹത്വമാണ്, സവാബ് കൊണ്ടുള്ള മഹത്വമാണ്. അങ്ങനല്ലേ പിന്നെ അഖായിദിന്റെ കിതാബിൽ പറഞ്ഞത്. അപ്പൊ അത് ശരിക്കും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം അതാണ്. അത് പിന്നെ മാറിപ്പോൻ പറ്റൂല. അതങ്ങനെ തന്നെ വിശ്വസിക്കണം. അത് ആരെ മോശാക്ക്, കൊച്ചാക്ക്, ചെറുതാക്ക് ഒന്നല്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരുടെയും സ്ഥാനം അതാത് സ്ഥാനം കൃത്യമായി അയിമത്ത് വിശദീകരിച്ചത് അങ്ങനെ തന്നെ പറയുക എന്നുള്ളതാണ്. അപ്പോ സഹാബത്തിനാണ് സ്ഥാനം കൂടുതൽ. അങ്ങനെ നോക്കുമ്പോ ഇബ്നു ഹജർ റഹിമഹുള്ളാന്റെ ആ വിശദീകരണത്തിൽ നിന്ന് ഒരു കാര്യം കൂടി മനസ്സിലാവും. ശരിക്കും നല്ല തഖ്വയുള്ള ലക്ഷണമൊത്ത ഒരു ആലിമ്, ഇൽമ് മാത്രമല്ല നല്ലപോലെ ഇൽമനുസരിച്ച് അമൽ ചെയ്യുകയും ആ നല്ല തഖ്വയുള്ള നല്ല ലക്ഷണമൊത്ത പക്വതയുള്ള ഒരു ആലിമാണെങ്കിൽ ആ ആലിമിന് ഈ യോഗ്യത ഇല്ലാത്ത തങ്ങളെക്കാൾ മഹത്വമുണ്ട്. ഇത് ഇൽമില്ലാത്ത അല്ലെങ്കിൽ ഇൽമുണ്ടായിട്ട് അമലില്ലാത്ത അങ്ങനെ ആ ഒരു തങ്ങളെക്കാൾ മഹത്വം ഈ ആലിമിനാണ് എന്ന് ഇബ്നു ഹജർ റഹിമഹുള്ളാന്റെ വിശദീകരണത്തിന് മനസ്സിലാവും. അത് ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്. നമ്മളെ സുന്നത്ത് ജമാഅത്ത് ശരിക്കും പറയണമല്ലോ. അതുകൊണ്ട്